അതോടെ കാക്കച്ചി തന്നെ അവിടെ ഇരുന്ന് പറയുന്നു അടിപൊളി കിടുക്കാച്ചി ടിപ്പാ കാണിച്ചു തരുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ അടിപൊളി കിടക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നത്. ഇനിയിപ്പം ക്രിസ്മസ് ഒക്കെ വരാൻ പോയില്ലേ, ഇപ്പോഴും നമുക്ക് അടിച്ച് പൊളിച്ച് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണം. ഇപ്പോഴേ നമുക്ക് അടിപൊളിയായിട്ട് ഓരോ ഇതേപോലെ കിടക്കാച്ചി ഐറ്റങ്ങളൊക്കെ ചെയ്ത് നിൽക്കാം കേട്ടോ. കരോളുകാരൊക്കെ വരും, അപ്പോഴത്തേനും നമുക്ക് സുന്ദരന്മാരും ആവണം കേട്ടോ. അതിന് എളുപ്പത്തിലുള്ള ഒരു കിടക്കാച്ചി ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് തേച്ചിട്ട് കഴിയൊന്നും കളയണ്ട, അതിന് മെനക്കെടിയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇങ്ങനെ തേച്ചിങ്ങനെ രാത്രിയിലൊക്കെ തേച്ചിട്ട് രാവിലെ ആകുമ്പം കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കുമ്പം കൈ കളഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിറ്റേന്ന് വൈകിട്ടാണ് നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ അപ്പോഴായാലും മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇട്ടോ കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, കഴുകി കളയേണ്ട കാര്യമില്ല. നമുക്കങ്ങനെ നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് നിർത്താം കേട്ടോ, കഴുകി കളയേണ്ട കാര്യമില്ല. നമുക്ക് രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി കേട്ടോ. 2 പേരെ കൂട്ടി നിങ്ങൾ വിളിച്ചു. ആദ്യത്തെ ആരാണ്? ആദ്യത്തെ നമ്മുടെ പെൺകുട്ടനെ കേട്ടോ. അവനില്ലാത്ത കാര്യങ്ങളില്ല. പിന്നെ നമുക്ക് ഇതേമാതിരിയുള്ള ഒരു കുഞ്ഞു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ മതി ഒന്ന് സുന്ദരിയൊക്കെ ആവാൻ കേട്ടോ. നമുക്കിത് എടുക്കാം. ഉറുമ്പ് വരെ ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോയപ്പോൾ അവർക്കും വൈറ്റമിൻ ഇ ക്യാപ്സൂളൊക്കെ സുന്ദരന്മാരും ആവണമെന്ന്. പൊട്ടിയിരുന്നത് ഇച്ചിരി കേട്ടോ, കുഴപ്പമില്ല. നമ്മുടെ ഇത് പൊട്ടിയിട്ടില്ല. ഇവരെ 2 പേരെയും ഇട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ മുഖമൊക്കെ മിനുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിത് എന്നും ചെയ്യാവുന്നതാണ്. മുഖത്തെ ചുളിവുകളും ഒക്കെ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഒരു ഉപയോഗമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ. ഇത് 2 മാത്രം മതി നമുക്ക്. എൻ്റെ തീരാറായി, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ഞാനിങ്ങനെ നമ്മൾ എടുത്തെടുത്ത് തീർന്നോടും കേട്ടോ. നമ്മുടെ ചുളിവുകൾ കരിവാളിപ്പ് ഇതെല്ലാം മാറിക്കിട്ടും. നമുക്ക് എന്നും ചെയ്യാം കേട്ടോ. രാത്രി പറ്റുന്നവരാണെങ്കിൽ രാത്രിയിൽ കഴിയ പോരാ, രാത്രിയിൽ തേച്ചാൽ മതി. അല്ലെങ്കിൽ അഥവാ നമ്മൾ വെയിലത്തൊന്നും ഇറങ്ങാത്തവർ, എന്നെപ്പോലെ കള്ളിയായിട്ട് കുഴി മടിച്ചായിട്ട് ഇരിക്കുന്നവർ, പരക്കാത്തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ പകലൊക്കെ ഇട്ടോ വെളിയിലിറങ്ങുകയും ചെയ്യരുത്. വെളിയിലല്ല, വെയിലത്തിറങ്ങരുതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവനൊരു കുഞ്ഞു കുത്തു കൊടുക്കണം. എന്നിട്ട് അങ്ങനെ പിടിച്ചേക്കണം. മറന്നുപോയി, ആദ്യം തേന പിടിച്ചാൽ മതിയായിരുന്നു. പണിവാളി കേട്ടോ, നമ്മുടെ പണിവാളി. അത് നമ്മളിങ്ങനെ കേട്ടോ, നമുക്ക് പാളിപ്പോയതൊക്കെ നമുക്ക് വേറെ രീതിയിലൊക്കെ ഞാൻ ആക്കിയെടുക്കും കേട്ടോ. നമുക്ക് തേൻ ഒഴിച്ചിട്ട് ഇത് ഒഴിച്ചാൽ മതി കേട്ടോ. അതാണ് പറഞ്ഞു വന്നതിനർത്ഥം. നമുക്ക് കുറച്ച് തേൻ എടുക്കാം. കുറച്ച് തേൻ മതി കേട്ടോ. നമുക്ക് മുഖത്ത് കഴുത്തിൽ വേണമെങ്കിൽ ഇത് അങ്ങാടിക്കടയിലെ തേന കേട്ടോ, മറ്റേതല്ല. ഇനി നമുക്കിവനെ എടുക്കാം കേട്ടോ. ഒരെണ്ണം മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവനെ നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞ് തേൻകുട്ടനെ ഒഴിച്ചാൽ ശരിയാകത്തില്ല കേട്ടോ. സോറി, ഒരക്കിരി നമ്മുടെ പോലീസുകാരന് പറ്റും കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് മുഖത്ത് പുരട്ടിക്കും. എളുപ്പത്തിലുള്ള പരിപാടിയല്ലേ, കിടക്കാച്ചി ഐറ്റമല്ലേ ഞാൻ പറഞ്ഞു തന്നേ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. തേൻ പോരാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ചേ എടുത്തോളൂ കേട്ടോ, നമ്മുടെ മുഖത്ത് ഫുള്ള് വേണ്ടേ. മഴക്കോള് കയറിക്കൊള്ളുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. മിക്സ് ചെയ്തിട്ട് എന്നും നമുക്ക് പുരട്ടാവുന്ന ഒരു ഇഡ്ഡലി
തേൻ അത്ര നിസാരക്കാരനല്ല കേട്ടോ. സുപ്പ് എപ്പോഴും പറയുമല്ലോ, അത്ര നിസാരക്കാരനല്ല നമ്മുടെ തേൻകുട്ടൻ. അപ്പോഴെന്തൊക്കെ മാറാനാണ് നമ്മൾ ചെയ്യുന്നത്? മുഖം നല്ലതായിട്ട് നിറം വരാനും കരിവാളിപ്പ് മാറാനും ചുളിവുകൾ എല്ലാം മാറാനും നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒറിജിനൽ തേന എന്ന് വെച്ചാൽ എനിക്ക് പിടികിട്ടി. അത്രയ്ക്ക് തേനിൻ്റെ മണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. തേനിനൊരു മണമുണ്ട് കേട്ടോ. പിന്നെ രാത്രി തേച്ചിട്ട് ഉറുമ്പ് പൊക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ല കേട്ടോ. ഇത് തേച്ചിട്ട് ചേട്ടന്മാരോടെ രാത്രി കിടന്നുറങ്ങും. രാവിലെ നോക്കുമ്പോൾ ചേട്ടൻ നോക്കുമ്പോൾ നമ്മളെ കാണത്തില്ല കേട്ടോ. ഉറുമ്പ് പൊക്കിക്കൊണ്ട് പോകും. ഒരവസ്ഥ നോക്കിക്കോണേ പിള്ളേരെ. ദേ കുറുവാസംഘമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ ഉറക്കമൊക്കെ കുറച്ചോണം കേട്ടോ. കുറുവായൊന്നും പിടിച്ചുകൊണ്ട് പോകരുത്. ഞാനതുകൊണ്ട് ഇവിടെ രാത്രിയിൽ ഉറങ്ങത്തില്ല കേട്ടോ. എവിടെ ഒരു അനക്കം കേട്ടാലും ഞാൻ അപ്പം പറയുമോ കുറുവാസംഘം ഇവിടെ വന്നെന്ന്. ഞാൻ ഉറങ്ങാറില്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ തേച്ച് പിടിക്കുന്നതാണ്, അറിയത്തതേ ഇല്ല കേട്ടോ. നിങ്ങളിങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ സന്ധ്യ നേരം കഴിഞ്ഞ് നമ്മുടെ നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞുള്ള സമയമുണ്ടല്ലോ, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് നിങ്ങളിങ്ങനെ പുരട്ടിക്കുമോ. അന്നേരം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു 3-4 മണിക്കൂർ നമുക്ക് കിട്ടുമല്ലോ കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴല്ലേ ഉള്ളൂ എല്ലാവരും കിടന്നുറങ്ങുന്നത്. ആ സമയം വരെ നമുക്കിത് വെച്ചേക്കാം. പിന്നെ നിങ്ങൾ കഴുകിക്കളഞ്ഞു, അഥവാ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ കഴുകിക്കളഞ്ഞു, ഒരു കുഴപ്പമില്ല. അത്രയും നേരമെങ്കിലും നമ്മുടെ മുഖത്തിരിക്കണം കേട്ടോ. എന്നും നമുക്കിത് ചെയ്യാവുന്ന ഒരു കിടിലൻ ടിപ്പാണ് സുപ്പ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ മുഖം അങ്ങ് കരിവാളിച്ചിരിക്കുക. ഇന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ എന്താണെന്ന്. നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേ ക്രിസ്മസ് ആകുമ്പോഴത്തേന് എല്ലാവരും സുന്ദരിയും സുന്ദരന്മാരും ആവണം. അതിനാണ് സുപ്പ് ഈ കിടിലൻ പുതിയ ഐറ്റം ഇറക്കിയേക്കുന്നത് കേട്ടോ. 2 കാര്യങ്ങൾ മാത്രം മതി. ചെറിയ ഉറുമ്പുണ്ട് കേട്ടോ. സത്യമായി തേനൊക്കെ നമ്മൾ ഇപ്പം അങ്ങോട്ട് എടുത്തു വെച്ചാലും ഉണ്ടല്ലോ, ചെറിയ ഒരു മാതിരി പിന്നെ എന്താ ഉറുമ്പുണ്ട്. ഉറുമ്പ് കടിയൊന്നും ഏക്കണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ തേച്ചങ്ങ് പിടിപ്പിച്ച് വെച്ചിരുന്നാൽ മതി. നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കഴുകിക്കളഞ്ഞു കേട്ടോ. ആരും വഴക്കും അറിയത്തില്ല. നമ്മൾ എന്തെല്ലാം എന്നിട്ട് പിന്നെ വേറെ നമുക്ക് മക്കൾക്ക് രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ അവർക്കെല്ലാം ഉണ്ടാക്കി വെക്കാൻ രാത്രിയിൽ അരിഞ്ഞ് പറക്കി വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ, തേങ്ങ തിരികെ വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ കേട്ടോ. ഇതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോഴും നമ്മുടെ മുഖത്ത് ഇതിങ്ങനെ ഇരുന്നോളും കേട്ടോ. അപ്പോഴേ ഓരോരുത്തർ കേക്കൊക്കെ ഉണ്ടാക്കി കൊതിപ്പിക്കുന്നുണ്ട് കേട്ടോ. വൈനൊക്കെ ഇട്ട് കൊതിപ്പിക്കുന്നുണ്ട്. എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാനിങ്ങനെ ഇരിക്കുക. ഞാൻ വിചാരിക്കുക അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നാലെന്താണ്. സ്കൂൾ വണ്ടി പോയത് കണ്ടോ. എന്നെ അറിയാവുന്ന ടീച്ചർമാർ, ആൻറ്റിമാർ, പിള്ളേർ എല്ലാ തലയും വെളിയിലിട്ട് നോക്കിക്കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോഴെന്തോ വേണം, കേക്ക് ഉണ്ടാക്കുന്നിടത്തോട്ട് ഞാൻ വരണോ, വൈൻ ഉണ്ടാക്കുന്നിടത്തോട്ട് ഞാൻ വരണോ. ഓരോരുത്തർ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊതിപ്പിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. നേരം വെളുത്താൽ നമ്മുടെ കൂട്ടുകാർ കാണിക്കുന്ന സംഭവങ്ങൾ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി കാണിച്ച് ഈ സുപ്പുവിനെ ഇങ്ങനെ കൊതിപ്പിക്കണം. എന്നെ കൊല്ലം നിങ്ങൾ. എനിക്ക് വയ്യ കേട്ടോ, എനിക്ക് വയ്യ. അത്രയ്ക്ക് കിടിലൻ പാചകക്കാരികളാണ് നമ്മൾ ഓരോരുത്തരും. സുപ്പുവിൻ്റെ മടിയ 2 ആഴ്ചയോട് സത്യം പറയാൻ മടിയ. എനിക്ക് വയ്യ അടുക്കള കയറാൻ, എന്തിനു മടിയാന്ന് പറ. അതുകൊണ്ട് നിങ്ങൾ സത്യമായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നതെല്ലാം അടിപൊളി പാചകങ്ങളുമാണ്, അടിപൊളി കേക്കുകളുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണം ഒരു കൈപ്പുണ്യം എന്നൊക്കെ പറയത്തില്ലേ, ചിലർക്ക് നല്ല കൈപ്പുണ്യം കാണും കേട്ടോ. അത് നമ്മുടെ അമ്മൂമ്മമാരുടെയും അമ്മമാരുടെയൊക്കെ കൈപ്പുണ്യം തന്നെ ആയിരിക്കും ചിലർ. സത്യമായിട്ടും ഇത് വെറുതെ ഒരു മുളകും പുളിയും ഞെവിടിയാലും അത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാവൂ. ഞാൻ സത്യം പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കറികളൊക്കെ കുറവാണെന്ന് തോന്നുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഞാൻ ചെയ്യും. പിന്നെ ചെറിയ ഉള്ളിയും പുളി, ഉപ്പ്,
മുളക് പൊടി എങ്കിൽ മുളക് പൊടി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ വറുത്ത നമ്മുടെ പാണ്ടിമുളകൊക്കെ ഉണ്ടല്ലോ, പിരിയമുളക്, അതൊക്കെ ഇട്ട് അങ്ങോട്ട് ഞെരട്ടി എന്ത് രസമാണെന്നറിയാമോ ആ പുളിയൊക്കെ അങ്ങോട്ട് കഴിക്കാൻ. അപ്പോഴും ഞാൻ അതൊക്കെ ഓർക്കും കേട്ടോ. നിങ്ങളിങ്ങനെ കൊതിപ്പിക്കാൻ തുടങ്ങിയാൽ മിക്കവാറും പെട്ടി പാനിക്കും ഞാൻ അങ്ങ് വരും. ഞാൻ ഇവരെല്ലാം കളഞ്ഞിട്ടില്ല, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും. ഇങ്ങനെ കൊതിപ്പിക്കരുത് കേട്ടോ. എന്നാൽ ഒരു ശകലം ഈ ഞങ്ങൾക്ക് തരുമോ, ഈ കാണിക്കുന്നവരൊന്നും ഞങ്ങൾക്ക് തരാതെ ഈ കഴിച്ച് കാണിക്കുന്നു. നിങ്ങളുണ്ടാക്കി നോക്കണമെന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കാൻ മടിയോ, സത്യമായിട്ട് വന്ന് ഇതൊക്കെ ഉണ്ടാക്കി നോക്കാൻ സുപ്പിന് മടിയാണ്. അതുകൊണ്ട് പ്രതീക്ഷിക്കാതെ ഞാനങ്ങ് വരും. ഈ കേക്ക് ഉണ്ടാക്കുന്നിടത്തും ഷുഗർ കൂടുതലാണ്, എന്നാലും ഒരു പീസൊക്കെ കഴിക്കാം. കേക്ക് ഉണ്ടാക്കുന്നിടത്ത്, വൈൻ ഉണ്ടാക്കുന്നിടത്ത് അടിപൊളി പാചകങ്ങൾ കാണിക്കുന്ന ചേച്ചിമാർക്ക് എൻ്റെ ദൈവമേ അപാരം കൈപ്പുണ്യോ കേട്ടോ നിങ്ങൾക്കൊക്കെ. എന്തോന്നാണ് സുപ്പുവിനെ ഇങ്ങനെ കൊതിപ്പിക്കുന്നത്? ഞങ്ങളുടെ പുളിഞ്ചിയും പൂക്കും കേട്ടോ. ഞാനും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്ത് കാണിക്കും. ഇപ്പം പിന്നെ എനിക്ക് മടിയായിട്ടോ, സത്യമായിട്ടോ ഭയങ്കര മടിയായിട്ട്. സരസ് കേട്ടാലും ഒന്നും പറയത്തില്ല കേട്ടോ. സരസ് പറയും മെഴുക്കി എൻ്റെ കൊച്ചെന്ന് കേട്ടോ. കഥയൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ഇത് സെറ്റായി. ഇതിപ്പോൾ ഞാൻ കളയുന്നില്ല കേട്ടോ. അതങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മുഖത്ത് നല്ല ക്ഷീണം, എന്താണെന്നറിയത്തില്ല കേട്ടോ, ഒരു തളർച്ച എന്തൊക്കെയാവോ എൻ്റെ ദൈവമേ. ക്രിസ്മസും വരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. കഴുകുന്നില്ല കേട്ടോ, കഴുകുന്നില്ല ഞാൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഈ ഒരു ടിപ്പ് അടിപൊളി കിടുക്കാച്ചി ടിപ്പാണ്. എന്നും ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഐറ്റമാണ് സുപ്പു ഇന്ന് കാണിച്ചു തന്നത് കേട്ടോ. സുപ്പുവിൻ്റെ ഈ മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെ നിങ്ങളും പരീക്ഷിച്ച് വിജയിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണല്ലോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഏത് പായ്ക്കലിട്ടാലും അതൊരു പ്രാവശ്യം കൊണ്ട് നിങ്ങൾ നിർത്തരുത് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ യോജിച്ചത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്ത് ഇങ്ങനെ എന്നും കാണിക്കുന്നുണ്ട്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിപ്പം ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോ ഓർമ്മയില്ലെന്ന്. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ടിപ്പുകളാണ്. സാരമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ. എല്ലാം എളുപ്പത്തിനുള്ള ടിപ്പുകളാണ് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം. അമ്മമ്മമാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും ഒക്കെ ചെയ്യാവുന്ന ഓരോ ടിപ്പുകളാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ചെയ്യാം, പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന ടിപ്പുകളാണ് ഈ സുപ്പ് കാണിച്ചു തരുന്നത്. അപ്പോഴെല്ലാവരും ചെയ്യുന്ന വിശ്വാസത്തോടെ കാക്കച്ചി തന്നെ അവിടെ നിന്ന് പറയുന്നു അടിപൊളി കിടുക്കാച്ചി ടിപ്പാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ ഞാൻ ചിലരുടെ ഒന്നും വീഡിയോ കാണാൻ പറ്റിയില്ല. ഇന്നലെ പവനൊന്നും നമ്മുടെ വീട്ടിലില്ലായിരുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് അവരെ കാണാൻ ഞാൻ പോയിരുന്നു. വൈകിട്ടാണ് വന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും അടുത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ സുപ്പു ഈ വീഡിയോ നമ്മളങ്ങോട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി അതിൻ്റെ പരിപാടിക്ക് ഇരിക്കുക കേട്ടോ. അപ്പോഴും വൈകിട്ടത്തേക്ക് ഒക്കെ നമ്മുടെ വീഡിയോ ഒക്കെ വരത്തുള്ളൂ കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഇന്നലെ സപ്പോർട്ട് ചെയ്തവരെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇന്നലെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. സന്ധ്യയായി വന്നപ്പം കേട്ടോ. കുറച്ച് പേരുടെ അടുത്ത് എത്താൻ പറ്റിയിട്ടു. ഇന്നലത്തെ വീഡിയോ ഒക്കെ നിങ്ങളുടെയൊക്കെ ഇരുന്ന് കാണട്ടെ സുപ്പ് കേട്ടോ. അപ്പോഴേ നമുക്ക് നാളെ കാണാം നല്ല വിശേഷങ്ങളുമായിട്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം.